Gardener grew saplings of Ashoka tree on the boundary of garden at the distance of 1 meter from each other. He wanted to decorate the garden with rose plants. He chose triangular region inside the park to grow up rose plants. On the above situation, Gardner took help from the students of class 10. They made a chart for it which looks as the above figure. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്കിതൊന്നും ആവശ്യമില്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രം മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ടേക്കൺ ആസ് ഒറിജിൻ, എ ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ എ ഒറിജിനായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ A00. എ ഈസ് ടേക്കൺ ആസ് ഒറിജിൻ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ട്രയാങ്കിൾ PQR? അപ്പോൾ ട്രയാങ്കിൾ PQRൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. P 1 2 3 4. ഇനി Y ആക്സിസ് നോക്കാം. 1 2 3 4 5 6 4 6. Then Q X 1 2 3, Y 1 2, Y 2. Okay. Then R X 1 2 3 4 5 6, Y 1 2 3 4 5. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ സി ഈസ് ടേക്കൺ ആസ് ഒറിജിൻ. ഇനി സി ആണ് ഒറിജിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ സി ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ സിയിലൂടെ 0 കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് നെഗറ്റീവാണ് വരിക. ഇത് എക്സ് ആക്സിസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് നെഗറ്റീവാണ്, അതുപോലെ ബിലോ സൈഡിൽ ബോട്ടം സൈഡിലും നെഗറ്റീവാണ് വരിക. ആ ഒരു ബോധത്തോടു കൂടി ഇരിക്കണം നമ്മൾ കോർഡിനേറ്റ്സ് എഴുതേണ്ടത്. അപ്പം ഇനി സി ഈസ് ടേക്കൺ ആസ് ദ ഒറിജിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സി ഈസ് ടേക്കൺ ആസ് ദ ഒറിജിൻ. ട്രയാങ്കിൾ PQR അല്ല, വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് P മാത്രം എഴുതിയാൽ മതി. സി ഈസ് ടേക്കൺ ആസ് ഒറിജിൻ, വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് P? X 1 2 3 4 5 6 -6, X -6, Y 1 2 3 4 -4, 6 -6 -4. Okay. Next question. If B is taken as origin, B ഒറിജിനായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ B ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 0 ഇവിടെ കൊടുക്കാം, 0 ഇവിടെ കൊടുത്തു. അപ്പോൾ B ഒറിജിനായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെയാണ് വരയ്ക്കുക. ഇതിങ്ങനെ വരയ്ക്കുമ്പം ഇത് വരുന്നത് എക്സ് പോസിറ്റീവ്, Y നെഗറ്റീവാണ്. B ഒറിജിനായിട്ട് എടുക്കാൻ പറയുമ്പം എക്സ് പോസിറ്റീവ്, Y നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ബി ഈസ് ടേക്കൺ ആസ് ഒറിജിൻ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് P? തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ P. എക്സ് പോസിറ്റീവാണ് വരുന്നത്. P 1 2 3 4, Y നെഗറ്റീവാണ് വരുന്നത്. 1 2 3 4 -4, 4, -4. ഓക്കെ, എക്സ് റൈറ്റ് സൈഡിലായതുകൊണ്ട് പോസിറ്റീവ്, Y ബോട്ടം സൈഡിലായതുകൊണ്ട് നെഗറ്റീവ്. B ഒറിജിനായിട്ട് എടുക്കുന്ന സമയത്ത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത്, ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q ഇഫ് ദ ഒറിജിൻ ഈസ് ടേക്കൺ ആസ് A? ഒറിജിൻ A ആയിട്ട് എടുത്തപ്പോൾ നമ്മളുടെ ആൻസർ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒറിജിൻ A ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ P Q, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q, ഈ രണ്ടെണ്ണത്തിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. P ആൻഡ് Q എന്ന് പറയുമ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഒറിജിൻ A ആയിട്ട് എടുത്തുള്ള P ആൻഡ് Q. അതിൻ്റെ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q ഒറിജിൻ ടേക്കൺ ആസ് A? അപ്പോൾ ഡിസ്റ്റൻസ് കാണാനുള്ള നമ്മുടെ ഫോർമുല, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ x1 4 - 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 6 - 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 6 - 2 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 + 16 ഈസ് ഈക്വൽ ടു √17. ആൻസർ ഈസ് √17.
അപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഇഫ് ദ ഒറിജിൻ ഈസ് ടേക്കൺ എസ് എ. ഓക്കെ, എല്ലാ ആൻസേഴ്സും ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷനൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണ് 8921630134. ഓക്കെ.